മുന്നണി മാറ്റത്തെ ചൊല്ലി കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി. LDF-ൽ തുടരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും പറഞ്ഞു. മുന്നണി മാറ്റം അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ച് ജോസ് കെ മാണി നിൽക്കുകയാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, രണ്ടില പിളരുമോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മുന്നണി മാറ്റത്തെ ചൊല്ലി കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. LDF-ൽ തുടരുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും പറയുന്നത്. പക്ഷേ മുന്നണി മാറ്റം അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറെ കാലമായി, അതായത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ LDF-ൽ തുടരുന്നത് സംബന്ധിച്ച് ജോസ് കെ മാണിക്ക് മുകളിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുന്ന രീതിയിൽ ഒന്ന് സഭാ നേതൃത്വങ്ങളിൽ പലതും കേരള കോൺഗ്രസ് നിലവിലത്തെ സാഹചര്യത്തിൽ LDF-ൽ തുടരുന്നതിനോട് അതൃപ്തിയുണ്ട്. അവർ അത് പല നേതാക്കൾ വഴിയും ജോസ് കെ മാണിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല നേതാക്കളും സഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒപ്പം തന്നെയാണ് ഈ കോട്ടയം അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ, മധ്യകേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിൽ LDF-നൊപ്പം നിൽക്കുമ്പോൾ തങ്ങളുടെ ശക്തി പതുക്കെ ക്ഷയിക്കുകയാണെന്നുള്ള തിരിച്ചറിവിൽ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളും എത്തുന്നത്, അല്ലെങ്കിൽ കീഴ്ഘടകങ്ങളും എത്തുന്നത്. LDF-നൊപ്പം ചേർന്നതിന് ശേഷം പാർട്ടിക്ക് വളർച്ചയുണ്ടായിട്ടില്ല, പകരം പാർട്ടിക്ക് ഉണ്ടാകുന്നത് നഷ്ടങ്ങൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവും ഈ കീഴ്ഘടകങ്ങൾക്കുണ്ട്. പലയിടങ്ങളിലും പ്രാദേശിക തലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകുന്നതിന് പിന്നിലും ഈ LDF-നോട് കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള എതിർപ്പാണ് എന്നുള്ളൊരു നിലപാട് കൂടി അവർ സ്വീകരിക്കുന്നുണ്ട്. ഇതും ജോസ് കെ മാണിയെ അറിയിക്കുകയും ഈ പ്രാദേശിക തലങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി LDF-ൽ കാര്യമായ ഒരു പരിഗണന കേരള കോൺഗ്രസിന് കിട്ടുന്നില്ല എന്നുള്ളൊരു വികാരം കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. ഇപ്പോൾ റോഷി അഗസ്റ്റിനെ പോലെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു പരിഗണന മറ്റാർക്കും LDF-ൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും കിട്ടുന്ന പരിഗണന മറ്റാർക്കും LDF-ന്റെ സംവിധാനങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ കുറെ കാലമായി രൂപപ്പെട്ടു വന്നിരുന്ന ഒരു അതൃപ്തി, അതിനൊപ്പം തന്നെ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും അടക്കമുള്ള നേതാക്കൾ, ഒപ്പം മുസ്ലിം ലീഗും കൂടി ഈ രീതിയിൽ കേരള കോൺഗ്രസിനെ LDF-ലേക്ക് UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ LDF-ൽ തുടരേണ്ടതുണ്ടോ എന്നുള്ളൊരു ചർച്ച കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിയുടെ പല നേതൃയോഗങ്ങളിലും ഉയർന്നു വന്നതാണ്. പക്ഷേ ജോസ് കെ മാണി കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയുന്ന സാഹചര്യമുണ്ട്. അതിൽ അതേസമയം കഴിഞ്ഞ 2 LDF യോഗങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ LDF തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിൽ നിന്നും ജോസ് കെ മാണി വിട്ടുനിന്നിരുന്നു. അതോടൊപ്പം ഇനി വരുന്ന മധ്യകേരള മേഖലാ യാത്രയുടെ ക്യാപ്റ്റനായി ജോസ് കെ മാണിയെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ LDF-ന്റെ ഈ ജാഥയിൽ നിന്നും ജോസ് കെ മാണി വിട്ടുനിൽക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പകരം N ജയരാജനെ ജാഥയുടെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി തന്നെ UDF-ലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി ചർച്ചകൾ നടത്തിയെന്നുള്ള വിവരങ്ങളും ഒരു വശത്തുകൂടി സൂചനകളായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും UDF-ലേക്ക് ചേക്കാറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതേസമയം ഈ പാർട്ടിയിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ, അതോടൊപ്പം തന്നെ റാന്നി MLA പ്രമോദ് നാരായൺ, ഇവർ 2 പേരും LDF വിടില്ല എന്നുള്ള നിലപാട് പരസ്യമായി നവമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തുടരും എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെയും LDF നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇരുവരും ഈ രീതിയിൽ തങ്ങൾ LDF-ൽ തുടരുമെന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ജോസ് കെ മാണി വിട്ടുപോയാലും ശരി, തങ്ങൾ LDF-നൊപ്പമായിരിക്കും എന്നുള്ളൊരു നിലപാട് കൂടിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേരള കോൺഗ്രസ് അവർ ഏത് മുന്നണിയിൽ തുടരുന്നു എന്നതിനെ ചൊല്ലി ഒരു തവണ കൂടി പിളരാനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. എന്തായാലും ഈ UDF-ൽ നിന്ന് ലഭ്യമാകുന്ന ഓഫറുകൾ എന്തൊക്കെയായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോസ് കെ മാണി UDF-ലേക്ക് പോകുക. അതോടൊപ്പം ഇനിയിപ്പോൾ UDF-ലേക്ക് പോയില്ലെങ്കിലും ശരി, UDF നൽകുന്ന ഓഫറുകൾ കാണിച്ച് LDF-ൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ MLA സീറ്റുകൾ അടക്കം ചോദിക്കുവാനുള്ള നീക്കവും കേരള കോൺഗ്രസ് ജോസ് കെ മാണി നോക്കിയേക്കാം.